നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് ദിവസം മുമ്പ് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വളപ്രയോഗവും എങ്ങനെ പരിപാലിക്കണം എന്നുള്ള രീതിയൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം സംഭവിച്ച ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകളിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഇത് ഫ്രൂട്ട്സ് മീൻസ് നമ്മുടെ സീഡ്ലെസ് ലെമൺ എന്ന് പറയും. ഇതിനകത്ത് കുരു ഉണ്ടാവില്ല, അങ്ങനത്തെ ഇതാണ്. അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. നിറയെ പൂവുണ്ടായിരുന്നു, അത് മാറി ഇപ്പം കായായിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ കായാണ് ഇതിലുള്ളത്. ഇത് ലെമണാണ്. അടുത്ത പ്ലാന്റ് ഇത് നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയും. നാഗ്പൂർ ഓറഞ്ച് ഇത് നിറയെ പൂവ് വന്നിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള സംഭവമാണ് ഇത്. നന്നായിട്ട് നിറയെ പൂ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വളപ്രയോഗം 2 ദിവസത്തിനകത്ത് ചെയ്യും. ഏകദേശം 15 ദിവസത്തിൽ കൂടുതൽ ആകുമ്പോൾ മാത്രമേ നമ്മൾ വളപ്രയോഗം നടത്താറുള്ളൂ. ഇപ്പം ഞാൻ കോഴിവളവും ചാണകവളമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമുള്ള മാറ്റമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലേ, ഇതിൽ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്. നാഗ്പൂർ ഓറഞ്ചാണ്. അതിൻ്റെ കായ ഒരെണ്ണം ഇവിടെ കായിട്ടുണ്ട്. ബാക്കിയുള്ള നിറയെ പൂവാണ് ഇതിൽ. ഉണ്ടല്ലേ, നമ്മൾ ഏത് ഒരു പ്ലാന്റ് ആയിരുന്നാലും അതിനെ പരിപാലിക്കുന്ന രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കായ അവർ തരും. അവർക്ക് വെള്ളം ഒഴിച്ച്, ഫ്രൂട്ട്സിന് അമിതമായിട്ട് വെള്ളം വേണമെന്നില്ല, എങ്കിലും ഒരു 1.5 കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതിൽ നിറയെ പൂവുണ്ട്. ഇതിൽ മുഴുവൻ പിടിച്ചില്ലെങ്കിലും കുറച്ച് ഭാഗമെങ്കിലും അതിൽ കായ പിടിക്കും. അതാണ് എൻ്റെ രീതി. ഇതിലും വളപ്രയോഗം നടത്തിയാണ്. ഇത് സെഡാർ ചെറി എന്നുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ്. അതിലിപ്പോൾ തന്നെ നിറയെ പൂ വന്നു തുടങ്ങി. കായയുടെ നേരത്തെ പൂ ഉണ്ടായിരുന്നു, ഒരു കായ പിടിക്കേണ്ടതായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല പൂവ്. എങ്കിലും ഇതിന് 3 പൂ വന്നിട്ടുണ്ട്. അതിലും കായ പിടിക്കും. ഇത് ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ്. അതിലും നിറയെ പൂ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പുതിയ പ്ലാന്റ് വാങ്ങിച്ചതാണ്. അതിപ്പം ഏകദേശം കുഴപ്പമില്ലാതെ പുതിയ മുളയൊക്കെ വന്നു തുടങ്ങി. വളപ്രയോഗം നടത്തിയതിന് ശേഷമാണ്. ഇതും വളപ്രയോഗം നടത്തിയതിന് ശേഷമുള്ളതാണ്. ഇത് എൻ്റെ ബുഷ് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. നമുക്ക് വീട്ടിൽ ജ്യൂസ് ചെയ്യാനൊക്കെ എടുക്കാമെന്ന്. എനിക്ക് കുറേ ഇതിൻ്റെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ബുഷ് ഓറഞ്ചാണിത്. ടേസ്റ്റിയാണ്, നമുക്ക് ജ്യൂസ് എല്ലാം ചെയ്ത് കുടിക്കാൻ പറ്റും. ഇത്രയുണ്ട്. ഇതെൻ്റെ മൾബറിയാണ്. മൾബറിയിൽ ഞാൻ വളം ചെയ്തിരുന്നു. അതിപ്പോൾ നിറയെ കായ പിടിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ എന്തിനും നമുക്ക് അവർക്കുള്ള ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ നമുക്ക് ഇത് മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഒന്നിൽ കൂടുതൽ ഇതൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് വളരുന്ന ഒരു മെഡൂസ പ്ലാന്റാണ്. ഇതിന് ഞാൻ വളപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല നേരത്തെ ഒരു യെല്ലോ ഷെയ്ഡായിരുന്നു, ഇപ്പോൾ അത് മാറി ഗ്രീൻ ഷെയ്ഡായി. ഓക്കെ, ഇനിയിപ്പോൾ ഉടനെ ഇത് കായ പിടിക്കാനുള്ള സമയമായി വരുന്നത്. ഇത് സപ്പോട്ടയാണ്. സപ്പോട്ടയിൽ നിറയെ പൂ വന്നു തുടങ്ങിയിട്ടില്ലേ. ഇതെല്ലാം കായ പിടിക്കും. നിറയെ പൂവായിട്ടുള്ള ഇതെല്ലാം ഞാൻ നട്ടിക്കുന്നത് ഇവരെ പോട്ടുകളിലാണ്. ഇന്ന് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും ഓളും കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.